ഹായ് നമസ്കാരം, ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ മാതൃഭൂമി ചാനലിൽ വന്നൊരു ന്യൂസാണ്. മമ്മൂക്ക ആദിവാസികൾക്ക് അവർക്ക് വേണ്ടിയിട്ട് വലയും അതുപോലെ തന്നെ വള്ളവും ഒക്കെ നൽകാനുള്ള ഒരു സംഭവം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. പാവപ്പെട്ട ആദിവാസികൾക്കൊക്കെ ഈ വള്ളവും വലയും കൊടുക്കുന്നൊരു സമ്പ്രദായം, അതായത് കെയർ ആൻഡ് ഷെയറിൻ്റെ ആഭിമുഖ്യത്തിൽ, അദ്ദേഹത്തിൻ്റെ കെയർ ആൻഡ് ഷെയർ എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് ഇങ്ങനൊരു കാരുണ്യ പ്രവർത്തനം അദ്ദേഹം നടത്താൻ തുനിഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വാർത്ത മാതൃഭൂമിയിൽ വന്നതിൻ്റെ താഴെയായിട്ട് അജി പി ഡി എന്ന തിരുവനന്തപുരത്തുകാരനായ ഒരു വ്യക്തി, ചെറ്റ നായിൻ്റെ മോൻ, അവൻ അതിൽ എഴുതി വച്ചിരിക്കുകയാണ്, കമൻ്റ് ഇട്ടിരിക്കുകയാണ്, അതായത് വടിയാകാൻ പോകുന്ന സമയത്താണോ ഈ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ആ ചെറ്റ തെണ്ടി പട്ടി, നിനക്ക് എന്തറിയാം മമ്മൂക്കയെ പറ്റിയിട്ട്? അറിയില്ലെങ്കിൽ നീ പറയാൻ വരരുത്. ഞങ്ങളൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നത് അദ്ദേഹം ധാരാളം കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നതുകൊണ്ടാണ്. അദ്ദേഹം ഒരു 10,000 കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ അറിയുന്നത് ഏകദേശം 1000 വേണമെങ്കിൽ അല്ലെങ്കിൽ 500 പേര് 500 നമ്മൾ അറിയുണ്ടാവുള്ളൂ. കാരണം അത്രമാത്രം ചെയ്യുന്നതിൻ്റെ ഇടയിൽ എങ്ങനെയൊക്കെയോ മിസ്സിംഗ് ആയി പോകുന്ന അല്ലെങ്കിൽ പത്രക്കാരും മറ്റുള്ളവർ അറിഞ്ഞുകൊണ്ടുള്ള സംഭവങ്ങൾ മാത്രമാണ് നമ്മൾ അറിയുന്നത്. വർഷങ്ങളായി, ഇന്നും നില തുടങ്ങിയതൊന്നല്ല. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, പലരും പറയും സോഷ്യൽ മീഡിയ ശക്തമായതിന് പിന്നെയാണ് മമ്മൂക്ക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതൊന്നുമല്ല, വർഷങ്ങളായിട്ട് നമ്മളൊക്കെ പോലെയുള്ള ഡൈഹാർഡ് ഫാൻസിന് അറിയാം. വർഷങ്ങളായിട്ട് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നിന്നെ പോലെ തെണ്ടി പട്ടികൾക്കൊക്കെ ഇത് പറഞ്ഞ് കുറയ്ക്കാനല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തറിയാം? നീ ഇങ്ങനെ വെറുതെ ഒരു കമൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ അതുപോലത്തെ വിഷമാണ്. മമ്മൂക്കയ്ക്ക് ചെറിയൊരു അസുഖം വന്നു അല്ലെങ്കിൽ അദ്ദേഹം റെസ്റ്റിലാണെന്നുള്ളത് കൊണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലെ തുടങ്ങുകയാണെങ്കിൽ അപ്പം അത്രമാത്രം നിങ്ങളെപ്പോലുള്ള ഒരു അദ്ദേഹത്തോട് അത്ര വൈരാഗ്യമുണ്ടായിരുന്നു. ഒരാളതുപോലെ തന്നെ മുമ്പ് മമ്മൂക്കയും മകനെയും അവരുടെ ജീവിതം അവസാനിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവരെ മോശമാക്കി പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ട് അവനെ പിറ്റേ ദിവസം മമ്മൂട്ടി ഫാൻസുകാർ പൊക്കിയിട്ട് അവനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ തെണ്ടി അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു അജി പി ഡി. അപ്പോൾ ഞാനിപ്പോൾ തന്നെ ഈ സംഭവം അറിഞ്ഞ സമയത്ത് ഇപ്പോൾ തന്നെ ഞാൻ പോയി ഫേസ്ബുക്കിൽ പോയി തപ്പി, പക്ഷേ അവൻ്റെ ഡീറ്റെയിൽസ് കൊണ്ട് എടുക്കാൻ പറ്റില്ല. അജി പി ഡി തിരുവനന്തപുരം എന്നാണ് കൊടുത്തില്ല, ആറ്റിങ്ങലോ ഏതൊരു സ്ഥലം വേറെ കൊടുത്തിട്ടുണ്ട് താഴെ. നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ പോയി അജി പി ഡി എന്ന് വെച്ചാൽ ആകെ 2 പേരിൽ അതിൽ രണ്ടാമത്തെ ഫോട്ടോ വരുന്ന ചെറ്റയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അതുപോലെ ധാരാളം, ഇതിപ്പോൾ അവൻ എഴുതിയെന്ന് മാത്രം പലർക്കും അങ്ങനെ ഒരു ആഗ്രഹം കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിനൊരു ചെറിയൊരു അസുഖം വന്നു, അദ്ദേഹം റെസ്റ്റ് ചെയ്യുന്ന അദ്ദേഹത്തെ പേടിയാണ് എല്ലാവർക്കും. മാങ്ങയുള്ള മരത്തിലാണ് കല്ലെറിയുള്ളൂ. കാരണം അദ്ദേഹം ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇവനൊക്കെ ഇഷ്ടപ്പെടുന്ന മോഹൻലാലിൻ്റെ ഒരു ആരാധകനായിരിക്കും, അല്ലാതെ സാധാരണ ആരും പറയില്ല. എന്തുകൊണ്ട് ഇപ്പോൾ ലാലേട്ടന് ഇപ്പം ഇങ്ങനെ ഒരു അസുഖം വരാണെങ്കിൽ തന്നെ നമ്മളങ്ങനെ ഒരിക്കലും പറയില്ല, നമ്മളെപ്പോലുള്ളവർ ഒരിക്കലും പറയില്ല. അങ്ങനെ പറയുന്നവരുണ്ടായിരിക്കാം, ശരിയാണ്, എല്ലാത്തിലും ഉണ്ടാവും, നല്ലത് പോട്ടെ. പക്ഷെ അങ്ങനെയൊന്നും ആരും പറയില്ല, മനുഷ്യനായുള്ളവർ പറയില്ല. ഒരാൾക്ക് അസുഖം വരാൻ എന്തോരം നേരം വേണം? നിൻ്റെ തന്തയ്ക്കാവും ഇതുപോലെ അസുഖം വന്നിട്ടുള്ളത്. നിൻ്റെ തന്തനെ പോലെ നീ നോക്കുന്നുണ്ടാവില്ല. നിനക്ക് ഏത് പേരിട്ട് വിളിക്കണം? നിനക്ക് കയ്യെ കിട്ടി കഴിഞ്ഞാൽ നിന്നെ പെട്ടച്ച് കുരു